ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലൈഫ് സ്റ്റൈൽ ബി മാളവിക. പിന്നെ അതിൻ്റെ ഒരു വീഡിയോ വന്നിട്ട് എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റു, ഉലുവെള്ളം വെറുവയറ്റിലും കുടിച്ചു. ദെൻ ബബ്ലൂസിന് വേണ്ടിയിട്ടുള്ള ഹോർലിക്സൊക്കെ ചൂടാക്കി വെച്ചു. പിന്നെ ഇന്നലെ നൈറ്റ് തന്നെ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. കടലക്കറിയും ഗോതമ്പ് ചപ്പാത്തി, ദെൻ മുട്ട. അതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട്. പിന്നെ ഞാനിത് റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മളിവിടെ നല്ല മഴയാണ്. രണ്ട് ദിവസമായിട്ടല്ല, അടുപ്പിച്ച് നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വോയിസ് ഓവറിൽ ആ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും കേട്ടോ. ദെൻ ചപ്പാത്തിക്ക് വേണ്ടിയിട്ടുള്ള മാവും കാര്യങ്ങളൊക്കെ കുഴച്ച് വെച്ചു. പിന്നെ നമ്മൾ വെള്ളം തിളപ്പിച്ച് കുപ്പിയിലേക്ക് ഒഴിക്കുകയാണ്. നമ്മൾ ഡെയിലി ഒരു 15 പ്രാവശ്യം ഈ പോണിയിൽ 15-20 പ്രാവശ്യമൊക്കെ നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ആവശ്യാനുസരണം നമുക്കെടുത്ത് കുടിക്കാമല്ലോ. അങ്ങനെ പിന്നെ മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചു. എനിക്കും ഏട്ടന് വേണ്ടിയിട്ടുള്ള മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചു. ദെൻ അതിന് ശേഷം ബാക്കിയുള്ള കലാപരിപാടിയിലേക്ക് കിടന്നു. അപ്പോൾ ബബ്ലൂസ് ഉറക്കാണ്. ഏട്ടൻ വന്നിട്ട് സൈക്കിൾ ചോട്ടാനായിട്ട് പോയി. അപ്പോൾ നമ്മുടെ പുത്രൻ എണീറ്റുണ്ട്. അവന് വേണ്ടിയിട്ട് ഹോർലിക്സ് കൊടുത്തു. അവനത് മസ്റ്റാണ് കേട്ടോ, അല്ലെങ്കിൽ അലമ്പാക്കും. പിന്നെ വേറൊരു കാര്യം, അവനത് കുടിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഉറക്കമുണ്ട്. അതേ ഉറക്കം കുറച്ച് നേരം കിടക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ബാക്കി ചില്ലറ പരിപാടികളൊക്കെ നടക്കും. പിന്നെ കടലക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് എടുത്ത് വെച്ചു. തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വേപ്പില, മല്ലിച്ചപ്പ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ എടുത്ത് പുറത്തെടുത്ത് വെച്ചു. പിന്നെ എൻ്റെ രണ്ടാമത്തെ ഡ്രിങ്കാണ് ചിയാ സീഡിൻ്റെ ഡ്രിങ്ക്. നല്ല ചൂടുവെള്ളത്തിൽ ഇത്തിരി ചിയാ സീഡും ദെൻ ലെമണും ഹണിയും കൂടിയിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് അത് റെഡിയാക്കി വെച്ചു. അപ്പോൾ നമുക്ക് പണീൻ്റെ ഇടയിൽ ഇങ്ങനെ കുടിക്കാമല്ലോ. അപ്പോൾ ആ പണിയും കഴിയും അങ്ങനെ. അപ്പം ഞാനതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച്, അതായത് സവാളയും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. അമ്മ എണീറ്റിട്ടില്ല കേട്ടോ, അമ്മ ഉറക്കത്തിലാണ്. അപ്പോൾ എനിക്കിതേ സവാളയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാൻ, എനിക്ക് ഇവിടെ മറ്റേ സവാള കട്ട് ചെയ്യേണ്ട മെഷീനുണ്ട്. അതിൽ ഈ ചിക്കനൊക്കെ വയ്ക്കുമ്പോൾ മാത്രമേ അതിൽ സ്ലൈസ് ചെയ്യുള്ളൂ. അല്ലാത്ത പക്ഷം ഇങ്ങനെ സവാള കട്ട് ചെയ്യാൻ എനിക്ക് ഇതാണ് കൂടുതലും ഇഷ്ടം. അപ്പോൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ കടലക്കറി റെഡിയാക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ നമ്മുടെ ഗോതമ്പൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അമ്മ എണീറ്റിട്ട് ചായ വയ്ക്കുകയാണ്. അമ്മയുടെ ഡ്യൂട്ടി, അല്ലെങ്കിൽ അമ്മയാണ് അവിടെ ചായ വയ്ക്കുക. ഇവിടെ ബെല്ലൻ ചായ ആണ് കേട്ടോ, പാലിൽ ശർക്കര ഇട്ടിട്ടാണ് നമ്മളവിടെ ചായ വയ്ക്കുക. അപ്പോൾ അതും അമ്മ വെച്ചു. പിന്നെ അമ്മ ചപ്പാത്തി പരത്തി, ഞാൻ ചപ്പാത്തി പറ്റി ഇന്ത്യയിലെ പൂപ്പടം പോലെയൊക്കെ ആവും കേട്ടോ. അപ്പോൾ അമ്മ നല്ല രീതിക്ക് ചപ്പാത്തി പരത്തി തന്നു. അപ്പോൾ ഞാനത് ചൂടും. അപ്പോൾ കടലക്കറി ഉണ്ടാക്കും, ചപ്പാത്തി ചൂടും. അപ്പോൾ നമ്മുടെ പണി വേഗം കഴിയും കേട്ടോ. അങ്ങനെ അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞ് അങ്ങനെ സെറ്റായി വരുന്നു. അതിന് ശേഷം എനിക്ക് ക്ലീനിങ് ആണ്. ഒരു പാത്രം കഴുകാനായിട്ടുണ്ട്. എവിടെ നിന്നാണോ ഇത്ര പാത്രം? തൊട്ടന് പിടിച്ചതിനൊക്കെ പാത്രം വലിച്ചിടും, ആവശ്യമില്ലെങ്കിലും കൂടി വലിച്ചിടും. പക്ഷെ അത് കഴുകി വരുമ്പോൾ ഒരു കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ പാത്രം കഴുകിയാൽ എൻ്റെ ഒരു ദിവസം അങ്ങനെ പോവും. അത്രയധികം പാത്രം കഴുകാനായിട്ടുണ്ടാവും. എനിക്ക് പിന്നെ പാത്രമൊക്കെ കഴുകി അതൊക്കെ ഇങ്ങനെ നല്ല രീതിക്ക് അടക്കി പെറുക്കി വെച്ച് കിച്ചണൊക്കെ നല്ല രീതിയിൽ തുടച്ച് മിനുക്കി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്. ഇനി അടുത്ത പണി വരുമ്പോഴേക്കും അതൊക്കെ അലങ്കോലാവും, അത് വേറെ കാര്യം. എന്നാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ നെക്സ്റ്റ് പണിയിലേക്ക് കിടക്കുമ്പോൾ കാണാൻ നല്ല വൃത്തി ഉണ്ടാവും. പിന്നെ പണിയിലൊക്കെ കിടക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെയാവും. അപ്പോൾ അങ്ങനെ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഏട്ടനെ കൊണ്ട് കൊടുക്കാൻ പോവാണ്. ചപ്പാത്തി, കടലക്കറി, ഒരു മുട്ട, ആകെ 2 മുട്ട പുഴുങ്ങിയുള്ളൂ, ഒരെണ്ണം എനിക്ക്, ഒരെണ്ണം ഏട്ടനും. അങ്ങനെ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി 1-2 സ്ഥലത്തേക്ക് പോകാണ്ട്, ഷോപ്പിലേക്കൊക്കെ പോകണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റെഡി ആവട്ടെ ഞാൻ. അപ്പോൾ ടാറ്റ, ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ എല്ലാവരും ബൈ.